DJ ഷിബിൻ ലൈവിൽ ഒരു ഗെയിം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പിസോഡ് വന്നപ്പോഴത്തേക്ക് ആ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ബിഗ് ബോസ് കണക്ക് കൂട്ടി DJ ഷിബിന് ഒരു ശ്രദ്ധ കിട്ടണ്ട, ജാസ്മിനെതിരെ 1-2 വേർഡ്സ് പറയുന്നുണ്ട്. അതൊന്നും ജനങ്ങളിലേക്ക് എത്തണ്ട എന്ന് മനഃപൂർവ്വം കരുതി കൂട്ടിയാണ് അത് എപ്പിസോഡിൽ ഉൾപ്പെടുത്താത്തത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവാം ബിഗ് ബോസ് വളരെ ഏറെ ജാസ്മിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ലാലേട്ടനായാലും എല്ലാവരും വളരെ ബുദ്ധിപരമായിട്ട് ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരൊറ്റ കാര്യം, കപ്പ് 100% ജാസ്മിൻ്റെ കയ്യിൽ സേഫ് തന്നെയാണ്. ഞാൻ ആദ്യം മുതലേ പറയുമ്പോൾ എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു, ജാസ്മിനോ ഒരിക്കലും കപ്പ് കിട്ടത്തില്ലെന്ന്. പക്ഷേ എൻ്റെ കണക്കൂട്ടൽ ഇപ്പം വരെയും പിഴച്ചിട്ടില്ല. അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പം ബിഗ് ബോസ് ജാസ്മിനെ വെളുപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ബിഗ് ബോസിൻ്റെ ഒരു ചെറിയ രീതി എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ മാക്സിമം അവരെ നെഗറ്റീവ് ആക്കിയിട്ടാണ് ബിഗ് ബോസ് പിന്നീട് പോസിറ്റീവ് ആക്കി അവർക്ക് കപ്പ് കൊടുക്കുകയും ചെയ്യും. ഈ ഭയങ്കരമായ തന്ത്ര രീതിയിലാണ് ഇപ്പം ബിഗ് ബോസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ബിഗ് ബോസ് ഷോയിലേക്ക് പോകാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ തന്നെ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നുകിൽ നിങ്ങൾ നന്നായിട്ട് നാറും, ഭയങ്കര രീതിയിൽ നിങ്ങൾ നാറും, അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം അറിയപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് അറിയപ്പെടും, അതിൻ്റേതായ ഗുണങ്ങളും കിട്ടും. 2 വശം ഇതിനകത്തുണ്ട്. ഒന്നീ നാറും, അല്ലെങ്കിൽ നല്ലതായിട്ട് ഭവിക്കും. ഇത് മനസ്സിലാക്കി വേണം ഷോയിലേക്ക് പോകേണ്ടത്. അതുമാത്രമല്ല, കംപ്ലീറ്റ് സ്ക്രിപ്റ്റാണ്. അതെല്ലാം സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ലാലേട്ടൻ പോലും സംസാരിക്കുന്നത്. അതുപോലെ ഒരുപാട് എഡിറ്റിങ്ങും വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസ് മറച്ച് ബിഗ് ബോസിന് ആവശ്യമുള്ളവരെ ജയിപ്പിക്കാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നവരെ നന്നായിട്ട് വെളുപ്പിച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസിന് ആവശ്യമില്ലാത്തവരെ അവർ നല്ല രീതിയിൽ പ്ലേ ചെയ്താലും അതെല്ലാം മറച്ച് കളയുകയും ചെയ്യുന്നുണ്ട്. ഭയങ്കര ഫേക്കായിട്ടാണ് ബിഗ് ബോസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.